പറഞ്ഞു വന്നത് തറാവീഹ് നിസ്കാരം 20 റക്അത്താണ് അല്ലെ? ആ 20 റക്അത്ത് തന്നെ ഈ 2 റക്അത്തുകളായാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ എത്ര തവണ നിയത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കേണ്ടി വരും? 10 തവണ. 2 റക്അത്ത് 2 റക്അത്ത് അങ്ങനെ 10 തവണകളിലായിട്ട് നിയത്തോട് കൂടെ തക്ബീർ കെട്ടേണ്ടി വരും. അപ്പം 10 തവണ സലാം വീട്ടുക എന്നുള്ളതും നിർബന്ധമായിട്ട് വരും. പിന്നെ തറാബീഹിന്റെ നിയ്യത്ത് എങ്ങനെയാണ്? ഒരാൾ പറഞ്ഞോളൂ. തറാബീഹ് നിസ്കാരത്തിന്റെ നിയ്യത്ത് അറബിയിൽ പറയണം. ഹൻഫ പറഞ്ഞു. ഹൻഫ. അറബി പറയണോ? ആ, അറബിയിൽ. മുസല്ലി തുടങ്ങിക്കോ, പേടിക്കാനൊന്നുമില്ല. ഞാൻ കൂടി തരാം. നീ തുടങ്ങി. തുടങ്ങാനായിട്ടാണ് സമയം കാത്തിരിക്കുന്ന വൈകുന്നത് പ്രശ്നം. നിയ്യത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെ വരിക? നവൈത്തു അല്ല, നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെ വരിക? ആ, മുസല്ലി സുന്നത്ത. മുസല്ലി സുന്നത്ത തറാവീഹ് റക്അത്തൈനി 2 റക്അത്തല്ലേ? മുസല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ മറ്റേ നിയ്യത്തിലുള്ളതാ. ഫർദ് നിസ്കാരത്തിന്റെ നിയ്യത്ത് നിങ്ങൾക്ക് അറിയില്ലേ? ളുഹ്ർ നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്താണ്? മുസല്ലി ഫർദ ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്താകുമ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടുള്ളൂ? ഫർദ ളുഹ്രി എന്നുള്ളത് മാറ്റിയാൽ മതി. സുന്നത്തൽ തറാവീഹി 4 റക്അത്ത് എന്നുള്ളത് റക്അത്തൈനി എന്നാക്കിയാൽ മതി. കഴിഞ്ഞു. ബാക്കിയൊക്കെ അത് തന്നെയാണ്. ലാസിം എന്താ പരിപാടി? ടേബിളിൽ എന്തോ സൂക്ഷ്മദർശിനി വെച്ചിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണ മാതിരി കാണുന്നുണ്ട് ഇവിടെ. പറയുന്ന വിഷയം ശ്രദ്ധിക്കുക. ലാസിം ഒന്ന് പറഞ്ഞേ, മഗ്രിബ് നിസ്കാരത്തിന്റെ നിയ്യത്ത് പറഞ്ഞേ. ഉസല്ലി ഫർദൽ മഗ്രിബി സലാസ റകഅത്തൈനി മുതവജ്ജിഹൻ ലിൽ ഖിബ്ല. വീട് എവിടെയാന്ന് പറഞ്ഞേ? വീട് എവിടെയാണെന്ന് പറഞ്ഞേ? വീട് ഇവിടെ ഒരു അമ്പലത്തിന്റെ അടുത്താ. ആ, ഓക്കെ. എന്തായാലും വെച്ച നിയ്യത്ത് തെറ്റാ. എവിടെയാണെങ്കിലും വെച്ച നിയ്യത്ത് തെറ്റാ. സലാസ റക്അത്തൈനി എന്നൊക്കെ പറഞ്ഞേ. അതിനിപ്പോ എന്താ അർത്ഥം പറയാ? റക്അത്തൈനി എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് എന്നാ. സലാസ പറഞ്ഞാൽ 3. 2 3 5. വീട് എവിടെന്ന് വെച്ചപ്പോ ഒരു അമ്പലത്തിന്റെ അടുത്താന്ന് പറഞ്ഞു. അമ്പല കമ്മിറ്റിക്കാർ കേൾക്കണ്ട. ക്ലാസ് അവിടെ നോക്കണ്ട, കിതാബ് നോക്കണ്ട, ഇവിടെ നോക്കിയാൽ മതി. ഞാൻ പറയുന്നതാണ് ശരി. സലാസ റക്അത്തിൻ എന്നാ പറയണ്ടില്ല, സലാസ റക്അത്തൈനി എന്നാ. ആ, ഇവിടെ പൂർണ്ണമായ ശ്രദ്ധ ഇവിടെ വേണം. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ ക്യാമറ ഓൺ ആക്കി ഇരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ക്യാമറ ഓൺ ആക്കി തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കണ്ടേ? അല്ലാതെ പിന്നെ ഞാൻ വെറുതെ എന്റെ ലാപ്ടോപ്പിന് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. യെസ്. ആ, എന്റെ ലാപ്ടോപ്പ് വളരെ ഉഷാറാണ്. എത്ര വർഷമായി ഞാൻ ഇങ്ങനെ അയാൾക്കുള്ള ക്ലാസ് എടുക്കുന്നു. ഇനി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്തായിരുന്നു? തറാബീഹ് നിസ്കാരത്തെ കുറിച്ച് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. അതിന്റെ അറബിയല്ല പാഠത്തിൽ പറയുന്നത്, ആശയമാണ് പറയുന്നത്. പ്രതിഫലം ആഗ്രഹിച്ചും സത്യവിശ്വാസത്തോടെയും ഒരാൾ റമദാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അല്ലെ? അതിന്റെ അറബി നമ്മുടെ തദ്രീബാത്തിൽ വരുന്നുണ്ട്. എവിടെ? ഒരു ഹദീസ് നമുക്ക് പഠിക്കാമെന്ന് പറയുന്നുണ്ട്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈ ഹദീസിന്റെ അറബി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി. അറബിയാണ് എഴുതാൻ. അറബി മലയാളമാണെങ്കിൽ കുറച്ച് ഇങ്ങനെ വള്ളിയും പുള്ളിയും ഒക്കെ കുറെ ഇട്ട് എടുത്തിട്ട് ഇങ്ങനെ വാരി വലിച്ച് എഴുതാനുണ്ട്. പക്ഷെ അറബി ആകുമ്പോൾ കുറച്ച് എഴുതാനുള്ളൂ.
മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കഴിഞ്ഞു. തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ന് പറഞ്ഞ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അറബി എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ അതിന്റെ ആശയമാണ് പാഠത്തിൽ പറയുന്നത്. വിശ്വസിച്ചും പ്രതിഫലം തേടിയും റമദാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും എന്നാണ് അതിന്റെ ആശയം. തറാവീഹിന്റെ മറ്റൊരു പേരെന്താ? ആർക്കാ പറയാൻ പറ്റുക? ഇഷാൻ അറിയാം? വേണ്ട, ശരി കണ്ടാൽ തന്നെ അറിയാം സ്റ്റോക്ക് ഉണ്ട് എന്ന്. ദാനിഷ് പറഞ്ഞേ. വെരി ഗുഡ്. ഖിയാമു റമദാൻ. ശരി. ജമാഅത്ത് ആയി നിസ്കരിക്കൽ സുന്നത്തുള്ള വിത്ർ നിസ്കാരം. എനിക്ക് ഇന്നത്തെ വിത്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമോ റിൻഷ? അതിൽ നോക്കണ്ട, ഇവിടെ നോക്ക. ഇന്നത്തെ തെറ്റിയാലൊന്നും കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി. ഇന്നത്തെ വിത്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുണ്ടോ? വിത്ർ സുന്നത്തല്ലേ? ഇല്ല. എന്നാൽ വിത്ർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തുള്ളത് എന്നത്തേതാണ്? ഏത് മാസത്തെ? റമദാനിലെ അവസാന പകുതിയിലെ രാത്രിയിലും. അവിടെ അല്ല, അങ്ങനല്ല. അത് വേറെ ചോദ്യത്തിന്റെ ഉത്തരാണ്. റമദാനിലെ വിത്ർ നിസ്കാരം പൂർണ്ണമായും ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താണ്. പക്ഷേ ഖുനൂത്ത് സുന്നത്താകുന്നത് എപ്പോഴാണ്? വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് സുന്നത്താകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ പറയാം, റമദാനിലെ അവസാന പകുതിയിലെ വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അവസാന പകുതി എന്ന് പറഞ്ഞാല് എത്ര നോമ്പിന്റെ ശേഷമാണ്? കണക്കറിയാൻ നോക്കട്ടെ. കണക്കിന്റെ കാര്യത്തില് മഹാകണക്കാണ് എന്ന് പറയാറുണ്ട്. ആരെക്കുറിച്ച്? അങ്ങനെ ആരും പറയാറില്ല. നമ്മുടെ ക്ലാസ്സിൽ കണക്കിൽ എല്ലാവരും ഉഷാറാണ്. പിന്നെ തൽക്കാലം ഫാത്തിമ പറയട്ടെ അല്ലെ? ഇഷാൻ എന്താണത്? ഈ റെക്കോർഡ് ആവുന്നിട്ട്, അതിന്റെ വീഡിയോ ഒക്കെ റെക്കോർഡ് ആവുന്നിട്ട് ഞാൻ നിന്റെ പിന്നെ പ്രച്ഛന്ന വേഷം അതെടുത്ത് ഞാൻ ഗ്രൂപ്പിൽ വിടും. പറഞ്ഞോ. അവസാന പകുതിയിലെ വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പോ എത്ര നോമ്പ് കഴിഞ്ഞ ശേഷമാണ്? റമദാനിൽ എത്ര നോമ്പ് കഴിഞ്ഞ ശേഷമുള്ള വിത്ർ നിസ്കാരത്തിലാണ് അത് ഉണ്ടാവുക? ഖുനൂത്ത് ചൊല്ലൽ സുന്നത്താവുക? 15. 15 നോമ്പ്. ഇന്ന് 15ാമത്തെ നോമ്പാണെന്ന് കരുതുക. ഇന്നത്തെ നോമ്പ് തുറന്നു. ഇന്നത്തെ മഗ്രിബിന്റെ വാങ്ക് വിളിക്കലോടെ അല്ലെ? അപ്പൊ ഇന്ന് രാത്രിയുള്ള തറാവീഹിന് ശേഷമുള്ള വിത്രിൽ ഖുനൂത്ത് ചൊല്ലൽ സുന്നത്തുണ്ടാകും. ഇങ്ങനെയാണ്. പിന്നെ 2 പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. 2 പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെരുന്നാള്? വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും അങ്ങനെ പറയാം. നമുക്ക് വലിയ പെരുന്നാള് ചെറിയ പെരുന്നാൾ എന്നുള്ളത് മാറ്റിയിട്ട് ബലി പെരുന്നാൾ എന്ന് പറയാം. ചെറിയ പെരുന്നാളിന് പറയുന്ന മറ്റൊരു പേരാണ്, ചെറിയ പെരുന്നാൾ എന്ന് പറയുന്ന അർത്ഥം പോലെ തന്നെ ഈദുൽ അസ്ഗർ എന്നൊരു പേരുണ്ട്. നമ്മളത് പഠിക്കേണ്ട. ഈദുൽ ഫിത്ർ എന്ന് പറയാം. ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാൾ. ഈദുൽ ഫിത്ർ. ബലി പെരുന്നാളിന് പറയുന്നത് ഈദുൽ അദ്ഹ. ഈദുൽ അദ്ഹ എങ്ങനെ ഓർത്തു വെക്കുക? ബലി പെരുന്നാൾ ദിവസവും അതിന്റെ പിറ്റേന്നത്തെ ദിവസങ്ങളിലാണ് നമ്മൾ ഉദ്ഹിയത്ത് അറക്കുക എന്നുള്ളത്. ഇഷാന് 2 ക്ലാസ് ഒരിക്കലും നടക്കൂല. ഇവിടെ വേറെ ക്ലാസ്സും അവിടെ വേറെ ക്ലാസ്സും നടക്കൂല. ഇഷാൻ, ബലി പെരുന്നാളിനെ തുടർന്നാണ് എന്തുണ്ടാവുക? ഉദ്ഹിയത്ത് അറവ് ഉണ്ടാവാറുള്ളത്. അപ്പം ഉദ്ഹിയത്ത് എന്നതിലേക്ക് ഓർത്തുകൊണ്ട് ഈദുൽ അദ്ഹ എന്ന് ഓർത്തു വെക്കുക. പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ എപ്പോഴാണ്? ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രിയാണ്. പിന്നെ പെരുന്നാളിന്റെ അന്ന് രാവിലെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. അപ്പൊ ഫിത്ർ സക്കാത്തിലേക്ക് ഓർത്തുകൊണ്ട് ഈദുൽ ഫിത്ർ എന്നും ഓർത്തു വെക്കുക. അപ്പൊ ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, ഇങ്ങനെ 2 പെരുന്നാളുകളാണുള്ളത്. ഈ 2 പെരുന്നാളിന്റെ നിസ്കാരങ്ങൾക്ക്
അതുമായി ബന്ധപ്പെട്ട പാഠാണ് 18ാമത്തെ പാഠം. അതില് വ്യക്തമാക്കാൻ പറയുന്നു പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്? സൂര്യൻ ഉദിച്ച മുതൽ ളുഹ്ർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. 1-ാം റക്അത്തിൽ എന്തെല്ലാം ചെയ്യണം പെരുന്നാൾ നിസ്കാരത്തിന്? 1-ാമത്തെ റക്അത്തിൽ വജ്ജഹത്ത് ഓതിയ ശേഷം 7 തക്ബീറും 2-ാം റക്അത്തിൽ 5 തക്ബീറും ശബ്ദം ഉയർത്തി ചൊല്ലൽ സുന്നത്താണ്. അത് ഇമാമും മഅ്മൂമൊക്കെ ശബ്ദം ഉയർത്തി ചൊല്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇമാമും മഅ്മൂമൊക്കെ ശബ്ദം ഉയർത്തി ചൊല്ലൽ സുന്നത്തുണ്ട്. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്താണ്? ഞാൻ പറയാം. ഉസല്ലി സുന്നത്ത ഈദിൽ ഫിത്രി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇമാം ഉണ്ടെങ്കിൽ, ഇമാമിന്റെ കൂടെ ആണെങ്കിൽ മഅൽ ഇമാമി എന്നും വേണം. തക്ബീർ സുന്നത്തായ സമയം പെരുന്നാൾ രാവ്, ചെറിയ പെരുന്നാളിൻ്റെതാണെങ്കിൽ പറയുന്നത് പെരുന്നാൾ രാവ് സൂര്യൻ അസ്തമിച്ചത് മുതൽ. പെരുന്നാൾ രാവ് എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാളിൻ്റെതാണെങ്കിൽ സൂര്യൻ അസ്തമിച്ചെന്ന് പറഞ്ഞാൽ റമദാന് അവസാന റമദാനിലെ സൂര്യാസ്തമയം മുതൽ, ഇന്ന് റമദാൻ 30 സങ്കല്പിക്കുക. ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചത് മുതൽ നാളെ പെരുന്നാളായിരിക്കുമല്ലോ. അപ്പൊ നാളത്തെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നത് വരെയാണ് തക്ബീർ ചൊല്ലൽ സുന്നത്തായ സമയം. അതാണ് പറഞ്ഞത്. പെരുന്നാൾ രാവ് സൂര്യൻ അസ്തമിച്ച മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ എല്ലാ സമയത്തും പിന്നെ എന്തുണ്ട്? തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ തക്ബീർ. ഇത് ബലിപെരുന്നാളാണെങ്കിലോ, ഇന്ന് അറഫ നോമ്പാണെന്ന് സങ്കല്പിക്കാം. ബലിപെരുന്നാള് ദുൽഹിജ്ജ 10-നാണ്. ദുൽഹിജ്ജ 9-നാണ് അറഫ നോമ്പ് ഉണ്ടാവുക. ഇന്ന് നമ്മൾ നോറ്റ നോമ്പ് അറഫ നോമ്പാണെന്ന് സങ്കല്പിക്കാം. അപ്പോ ബലിപെരുന്നാളിന് നാളെ ബലിപെരുന്നാളായിരിക്കും. അപ്പോ തക്ബീർ ചൊല്ലൽ സുന്നത്ത് എപ്പോഴൊക്കെയാണ്? ഇന്ന് സൂര്യൻ അസ്തമിക്കലോട് കൂടെ ബലിപെരുന്നാളിന്റെ രാവായി അല്ലെ? അപ്പൊ ഇന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽ നാളെ ബലിപെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത് വരെ എല്ലാ സമയത്തും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. പിന്നെ ബലിപെരുന്നാളിന് മാത്രം പ്രത്യേകമായിട്ടുള്ള സമയം പറയുന്ന ബലിപെരുന്നാളിന് അറഫാ ദിവസം സുബ്ഹ് മുതൽ. അറഫാ ദിവസം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അറഫാ ദിവസമാണെന്ന് സങ്കല്പിക്കുക. ഇന്ന് എല്ലാവരും അറഫാ നോമ്പ നോറ്റതെങ്കിൽ ഇന്നത്തെ സുബ്ഹ് മുതൽ നാളെ ബലിപെരുന്നാള്, മറ്റന്നാള് ദുൽഹിജ്ജ 11, ദുൽഹിജ്ജ 12, 13, ദുൽഹിജ്ജ 13-ന്റെ അന്നത്തെ അസ്ർ നിസ്കാരം വരെ എല്ലാ നിസ്കാര ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. മനസ്സിലായോ? ബലിപെരുന്നാളിന് അറഫാ ദിവസം സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 അസ്ർ വരെ എല്ലാ നിസ്കാരങ്ങളുടെ ഉടനെയും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇതാണ് തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ള സമയം എന്ന് ചോദിച്ചാൽ വ്യക്തമായി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാനുണ്ട്. അല്ലെങ്കിൽ 2 സമയങ്ങൾ ചോദിച്ചാൽ ഇങ്ങനെ പറയണം. പെരുന്നാളിന്റെ സുന്നത്തുകൾ. പെരുന്നാളിന്റെ ദിവസത്തെ സുന്നത്തുകൾ എന്തൊക്കെയാണ്? കുളിക്കുക, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. ഇതൊക്കെ സുന്നത്തുകളാണ്. ഉത്തരം പറയാം. 1-ാം ഖുത്ബ എത്ര തക്ബീർ കൊണ്ട് തുടങ്ങണം? പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം 2 ഖുത്ബ നിർവഹിക്കണം. അതിൽ 1-ാമത്തെ ഖുത്ബ എത്ര? വെള്ളിയാഴ്ച ജുമുഅയിലെ ഖുത്ബയും പെരുന്നാൾ നിസ്കാരത്തിന്റെ ഖുത്ബയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? ജുമുഅക്ക് 2 ഖുത്ബ നിർവഹിക്കുക എന്നുള്ളത് ആദ്യ നിസ്കാരത്തിന്റെ മുന്നെയാണ്. പെരുന്നാളിനോ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ട ശേഷമാണ് ഖുത്ബ നിർവഹിക്കുക. അപ്പൊ 1-ാം ഖുത്ബയിൽ എത്ര തക്ബീർ കൊണ്ട് തുടങ്ങണം? 9 തക്ബീറാണ് 9 തക്ബീർ കൊണ്ടാണ് തുടങ്ങേണ്ടത്. 2-ാം ഖുത്ബയാണെങ്കിൽ 7 തക്ബീർ കൊണ്ടും. പെരുന്നാൾ നിസ്കാരം ശ്രേഷ്ഠം എവിടെ വെച്ചാണ്? പള്ളിയിൽ വെച്ച്, വലിയ ഗ്രൗണ്ടിൽ വെച്ചാണോ, അല്ലെങ്കിൽ റോട്ടിന്മേൽ വെച്ചുകൊണ്ടാണോ? അതല്ല ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോയിട്ട് നിസ്കരിക്കുക പെരുന്നാൾ നിസ്കാരം. അതല്ല കൂടുതൽ ആൾക്കാർ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുക. ബീച്ചിൽ പോയി നിസ്കരിക്കുക, അതുപോലെ വലിയ സ്റ്റേഡിയത്തിൽ പോയി നിസ്കരിക്കുക. ചില ആളുകളൊക്കെ അങ്ങനെ നിസ്കരിക്കുക. എന്നാലാണ് കൂടുതൽ ക്യാമറയിലൊക്കെ ഉള്ളുള്ളൂ, ചാനലുകാരെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുള്ളൂ. എന്നാലോ കുറെ ആളുകൾ എന്ത് ചെയ്യുക? നാട്ടിലുള്ള പള്ളികളിലൊക്കെ പോയി നിസ്കരിക്കും. ഏറ്റവും നല്ല പെരുന്നാൾ നിസ്കാരം ഏതാണ്? ബീച്ചിലേതാണോ, സ്റ്റേഡിയത്തിലാണോ, അല്ലെങ്കിൽ പള്ളിയിലാണോ? പള്ളിയിൽ. ഓക്കെ. പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള പെരുന്നാൾ നിസ്കാരമാണ്
ഏറ്റവും നല്ലത്. നിസ്കാരങ്ങളുടെ ഉടനെ തക്ബീർ ചൊല്ലണം ഏത് മുതൽ ഏത് വരെ? നിസ്കാരങ്ങളുടെ ഉടനെ തക്ബീർ ചൊല്ലണം ഏത് മുതൽ ഏത് വരെ? പറഞ്ഞോളൂ. ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു. വലിയ പെരുന്നാളിന് അറഫ ദിവസം സുബ്ഹ് മുതൽ വലിയ പെരുന്നാളിന് പറയണ്ട അല്ലെ? അറഫ ദിവസം സുബ്ഹ് മുതൽ അയ്യാമു തശ്രീഖിലെ മൂന്നാം ദിവസം അസ്ർ വരെ, അല്ലെങ്കിൽ ദുൽഹിജ്ജ 13. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാല് ദുൽഹിജ്ജ 11, 12, 13 ഇതാണ് അയ്യാമു തശ്രീഖ്, 3 ദിവസം. അപ്പൊ ഇങ്ങനെ പറയാം, അറഫ ദിവസം സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 മുതൽ അസ്ർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെ തക്ബീർ ചൊല്ലാൽ സുന്നത്താണ്. അറഫ ദിവസം ഏതാകുന്നു? പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. അറഫ ദിവസം ഏതാണ്? പറഞ്ഞോ. ദുൽഹിജ്ജ 9. അപ്പൊ ബലിപെരുന്നാൾ എന്നാണ്? ബലിപെരുന്നാൾ എന്നാണ്? ഒന്നും കേൾക്കുന്നില്ല. ബലിപെരുന്നാൾ എന്നാണ്? ഒന്നും കേൾക്കുന്നില്ല. ബലിപെരുന്നാൾ എന്നാണ്? യെസ്, ദുൽഹിജ്ജ 10-നാണ്. ബലിപെരുന്നാൾ എന്നാണ് ഞാൻ 3 തവണ ചോദിച്ചു. ദുൽഹിജ്ജ 10-ന്. അയ്യാമു തശ്രീഖ് എന്നാണെന്ന് ചോദിച്ചാലോ? 11, 12, 13. മാസം പറയണ്ടേ, അല്ലാതെ 11, 12, 13 അറിയാം. അങ്ങനെ പറയണം. ഇനി ഖസ്റാക്കുക, ജംആക്കുക, അതിനെ കുറിച്ചാ പറയാനുള്ളത് അല്ലേ? നിസ്കാരം ഖസ്ർ ചെയ്ത് നിസ്കരിക്കുക. ഖസ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കുക എന്നാണ്. ചുരുക്കാൻ പറ്റുന്നത്, നമുക്ക് കറക്റ്റ് നേരെ പകുതിയാക്കി ചുരുക്കാൻ പറ്റുന്നത് 4 റക്അത്തുള്ള നിസ്കാരം ചുരുക്കാൻ പറ്റുള്ളൂ. 3 റക്അത്തുള്ള പാവപ്പെട്ട മഗ്രിബ് നിസ്കാരം നമുക്കൊരു 1.5 റക്അത്താക്കി നിസ്കരിക്കാൻ പറ്റുമോ? മഗ്രിബിനെ 1.5 ആക്കി ചുരുക്കൽ എങ്ങനെയാണ്? എവിടുന്ന് നമ്മൾ സലാം വീട്ടുക അല്ലേ? കഴിയില്ല. അതൊരു ന്യായമായ പരിപാടി അല്ലാത്തതുകൊണ്ട് മഗ്രിബിൽ ചുരുക്കലില്ല. സുബ്ഹി അല്ലെങ്കിൽ തന്നെ സാധുവാണ്, 2 റക്അത്തേ ഉള്ളൂ. സാധു എന്നല്ല, ഞാൻ കളിയാക്കുന്നതല്ല കേട്ടോ, നിങ്ങൾക്ക് ചെറിയൊരു ഇതായിക്കൊണ്ടെന്ന് വെച്ചിട്ട് പറയുന്നതാണ്. സുബ്ഹ് അല്ലെങ്കിലേ 2 റക്അത്തുള്ളൂ. ഇനി അത് കൂടെ ചുരുക്കിയാലോ ആകെ 1 റക്അത്തുള്ളൂ. ആവുള്ളൂ, വേണ്ട. അപ്പോ ഖസ്റാക്കാൻ പറ്റുന്നത് 4 റക്അത്തുള്ള നിസ്കാരം മാത്രമേ ഖസ്റാക്കാൻ പറ്റുള്ളൂ. ഖസ്റാക്കുക എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്താക്കി ചുരുക്കലാം. ജംആക്കുക എന്ന് പറഞ്ഞാലോ 2 നിസ്കാരങ്ങളെ 1 നിസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കാം. ജംആക്കുക 2 രൂപത്തിലുണ്ട്. മുന്തിച്ച് ജംആക്കലുണ്ട്, പിന്തിച്ച് ജംആക്കലുണ്ട്. മുന്തിച്ച് ജംആക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ളുഹർ നിസ്കാരത്തെയും അസ്ർ നിസ്കാരത്തെയും ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കൽ. അതിലെവിടെ മുന്തിക്കൽ വരുന്നത്? അസ്റിന്റെ സമയമാകുന്നതിന്റെ മുന്നേ തന്നെ നിസ്കരിക്കാം അല്ലേ? അവിടെ അസ്റിനെ ളുഹറിലേക്ക് മുന്തിച്ച് നിസ്കരിക്കുക എന്നുള്ളത് വരുന്നുണ്ട്. ഞാൻ യാത്ര പോകുന്നയാളാണ്, ഞാൻ യാത്രയിലാണ്, ഹലാലായ യാത്രയാണ്, ദീർഘയാത്ര, 133 കിലോമീറ്ററിലധികം ദൂരം പോകുന്നുണ്ട് ഞാൻ യാത്ര. അപ്പോ ഞാൻ ളുഹർ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ഞാൻ വാഹനം നിർത്തി പള്ളിയിൽ കയറി ളുഹർ നിസ്കരിക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഈ ളുഹറിന്റെ കൂടെ തന്നെ അസ്റും, ഈ ളുഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന് അസ്റും നിസ്കരിക്കാം. മനസ്സിലായോ? ഇങ്ങനെയാണ് മുന്തിച്ച് ജമാക്കുക. മറ്റൊന്ന് മുന്തിച്ച് ജമാക്കുന്ന മറ്റൊരു രൂപം എപ്പോഴാണ്? മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്ത് തന്നെ ഇശാ നിസ്കാരത്തെയും മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക. ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ നിസ്കരിക്കാം. മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. അപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ സമയം, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് 6:35-നാണ്. മഗ്രിബ് ബാങ്ക് കേട്ടു, വണ്ടി നിർത്താൻ പറ്റുന്ന സ്ഥലം നോക്കി കണ്ടെത്തിയപ്പോഴേക്കും 6:45 ആയിട്ടുണ്ട്. 6:45 അവിടെ നിർത്തി വുളൂ ചെയ്ത് ഞാൻ മഗ്രിബ് നിസ്കരിക്കുന്നു. പള്ളിയൊന്നും നോക്കിയിട്ടില്ല.
മുസല്ല വിരിച്ച് റോഡിന്റെ സൈഡ് നോക്കിയിട്ട് മുസല്ല വിരിച്ച് ഖിബല നോക്കി പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു വേണ്ടി ഞാൻ നിസ്കരിക്കുക. മഗ്രിബ് നിസ്കാരം നിർവഹിച്ചു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ശേഷം ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന് അടുത്ത ഇഖാമത്ത് മാത്രം വാങ്ക് കൊടുക്കണ്ട. അല്ല, ഇഖാമത്ത് കൊടുക്കുക അല്ലേ? ആദ്യത്തെ നിസ്കാരത്തിന് വാങ്കും ഇഖാമത്തും, രണ്ടാമത്തെ നിസ്കാരത്തിന് ഇഖാമത്ത് മാത്രം സുന്നത്തുള്ളൂ. അപ്പോ എഴുന്നേറ്റ് നിന്ന് ഇഖാമത്ത് മാത്രം കൊടുത്ത് പിന്നെ ഇശാ നിസ്കരിക്കാം. എനിക്ക് ശരിക്കും ഇവിടെ മഗ്രിബിന്റെ സമയം ആയിട്ടുള്ളൂ കേട്ടോ. ആ നാട്ടുകാർക്ക് ഞാൻ യാത്രക്കാരനാണ്, ഹലാലായ ദീർഘയാത്രയാണ് എന്ന കാരണത്താൽ എനിക്ക് മഗ്രിബിന്റെ സമയത്ത് തന്നെ ഇശാഇനെ മുന്തിച്ച് ജമാക്കി നിസ്കരിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് മുന്തിച്ച് ജമാക്കുന്ന രൂപം. ഇങ്ങനെ തന്നെ ദീർഘയാത്ര പോകുന്നയാളാണെങ്കിൽ ഇയാൾക്ക് പിന്തിച്ച് ജമാക്കാനും പറ്റും. അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. എങ്ങനെ? ളുഹ്ർ നിസ്കാരത്തെ അസ്ർ നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജമാക്കുക, അതുപോലെ മഗ്രിബ് നിസ്കാരത്തെ ഇശാ നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജമാക്കുക. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ എങ്ങനെ വരാം? ളുഹ്ർ നിസ്കാരത്തിന്റെ സമയം, ഒരാൾ ട്രെയിനിൽ നിന്ന് വാങ്ക് കേൾക്കുന്നുണ്ട്, ളുഹ്റിന്റെ വാങ്ക് കേൾക്കുന്നുണ്ട്. ട്രെയിൻ നിർത്ത് 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ട്രെയിൻ നിർത്തൂല നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഇയാള് ളുഹ്റിനെ ഞാൻ അസ്റിലേക്ക് പിന്തിച്ചു ജമാക്കാൻ കരുതി എന്ന് നിയത്ത് ചെയ്യണം. ളുഹ്റിന്റെ അദാ ആയ സമയത്ത് തന്നെ കരുതണം. അസ്റിന്റെ വാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ കരുതണം. ളുഹ്റിനെ ഞാൻ അസ്റിലേക്ക് പിന്തിച്ചു ജമാക്കാൻ കരുതി. മഗ്രിബിന്റെ സമയത്താണ് വാങ്ക് കൊടുക്കുന്നതെങ്കിലോ, മഗ്രിബിന്റെ സമയം വളരെ കുറച്ച് സമയമുള്ളൂ അല്ലേ? അപ്പം വേഗം കരുതണം. എന്ത്? മഗ്രിബിനെ ഞാൻ ഇശായിലേക്ക് പിന്തിച്ച് ജമാക്കാൻ കരുതി. ഈ കരുതൽ നിർബന്ധമാണ്. അതാണ് പിന്തിച്ച് ജമാക്കുക. മുന്തിച്ച് ജമാക്കലും പിന്തിച്ച് ജമാക്കലും. ഇനി ദീർഘയാത്ര പോകുന്ന സമയത്ത് തന്നെ ജംആക്കലും ഖസ്റാക്കലും ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷെ ഏതൊക്കെ നിസ്കാരത്തിലേ പറ്റുള്ളൂ? ളുഹ്ർ, അസ്ർ, ഇശാ, ഈ 3 നിസ്കാരങ്ങളിലെ ഖസ്റാക്കുക എന്നുള്ളത് പറ്റുള്ളൂ. ജംഅ പിന്നെ എല്ലാ നിസ്കാരങ്ങളിലും പറ്റും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പറ്റൂല എന്നുള്ളൂ. ജംആക്കൽ പറ്റുന്ന നിസ്കാരങ്ങൾ ഏതൊക്കെയാ? ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ. ഈ നിസ്കാരങ്ങൾ തമ്മിലേ ജംആക്കൽ പറ്റുള്ളൂ. ളുഹ്ർ, അസ്ർ, മഗ്രിബ്. സോറി, ളുഹ്ർ, അസ്ർ, ളുഹ്റിനെ അസ്റിലേക്കും ജമാക്കാം, അസ്റിനെ ളുഹ്റിലേക്കും ജമാക്കാം, മഗ്രിബിനെ ഇശായിലേക്കും ജമാക്കാം, ഇശായിനെ മഗ്രിബിലേക്കും ജമാക്കാം. ഇങ്ങനെ ജമാക്കാം. ഖസ്റാക്കൽ പറ്റുന്ന നിസ്കാരങ്ങൾ ഏതൊക്കെ? ളുഹ്ർ, അസ്ർ, ഇശാ. ഈ 3 നിസ്കാരങ്ങളിൽ കഴിഞ്ഞു. ഇനി ഇതിൽ ഓരോ ജമാക്കുമ്പോൾ പ്രത്യേകം ഷർത്താക്കിയ കാര്യങ്ങൾ, അതുപോലെ മുന്തിച്ച് ജമാക്കുമ്പോൾ ഷർത്താക്കിയത്, പിന്തിച്ച് ജമാക്കുമ്പോൾ ഷർത്താക്കിയ കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് നോക്കണം. നമുക്കൊന്ന് ഉത്തരം പറഞ്ഞു നോക്കാം. ഖസ്റും ജംഉം ജായിസാണ് എപ്പോൾ? ഹലാലായ ദീർഘയാത്ര. ദീർഘയാത്ര എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉള്ള യാത്രയാണ് ഫസീഹ്? 133. ആ, ഖസ്ർ എന്നാൽ എന്താണ്? 4 റക്അത്തുള്ള നിസ്കാരം 2 ആക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഖസ്ർ. ജംഉ എന്നാൽ എന്ത്? ളുഹ്ർ, അസ്ർ എന്നിവയെ 2-1 സമയത്തും മഗ്രിബ്, ഇശാ എന്നിവയിൽ 2-1 സമയത്ത് നിസ്കരിക്കുക. ളുഹ്ർ, അസ്ർ എന്നിവയെ 2-ൽ ഏതെങ്കിലും 1 സമയത്ത് നിസ്കരിക്കുക. അതുപോലെ മഗ്രിബ്, ഇശാ എന്നിവയെ 2-ൽ ഏതെങ്കിലും 1 സമയത്ത് നിസ്കരിക്കുക. ളുഹ്റിന്റെ സമയത്ത് നിസ്കരിക്കൽ മുന്തിച്ച് ജമാക്കലാണ്. ളുഹ്ർ, അസ്റിനെ അസ്റിന്റെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് പിന്തിച്ച് ജമാക്കലാണ്. മഗ്രിബ്, ഇശാ എന്നീ നിസ്കാരങ്ങളെ ഇശാഇന്റെ സമയത്ത് നിസ്കരിക്കൽ എങ്ങനെ ജമാക്കലാണ്? മഗ്രിബ്, ഇശാഇന്റെ സമയത്ത് നിസ്കരിക്കുക. അത് മുന്തിച്ചോ പിന്തിച്ചോ ജമാക്കലാ? കേൾക്കുന്നില്ല? പിന്തിച്ച്. മഗ്രിബ്, ഇശാ നിസ്കാരങ്ങളെ മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് എങ്ങനെ ജമാക്കലാണ്? ഓക്കെ. ദീർഘയാത്ര എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ വേണം? 3 കിലോമീറ്റർ. 200 വേണ്ട, 133 അല്ലേ? ഓക്കെ. ഒരാളെ യാത്ര 333 കിലോമീറ്റർ ഉണ്ട്, ജമാക്കാൻ പറ്റുമോ? പറ്റുമോ? സംശയം അല്ലേ? രജ, തല താഴോട്ട് വീഴോ? ഇല്ലല്ലോ. ഇല്ല. കുത്ത് വേണ്ട.
വാഴ കൊലച്ച് വാഴ കൊലച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കൊല വെയിറ്റ് ഇങ്ങനെ കൂടി കൂടി വരും. അപ്പൊ വാഴ ചെരിഞ്ഞ് വരുന്ന സമയത്ത് വീണു പോവാതിരിക്കാൻ, പഴുക്കുന്ന സമയമാകുന്നവരെ അവിടെ തന്നെ നിന്നോട്ടെ, വീണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുത്തു കൊടുക്കല്. കൊലക്കുമ്പോൾ ആ സൈഡിലേക്ക് എന്ത് ചെയ്യും? കൊല എങ്ങോട്ടാ തൂങ്ങിക്കുന്നത് അങ്ങോട്ട് വാഴ ചെരിഞ്ഞിങ്ങനെ വരും. അപ്പോഴാ കുത്തു കൊടുക്കുക, വീണു പോകണ്ടെന്ന് എഴുതിയിട്ട്. എന്നതുപോലെ നിങ്ങളാരും വീണു പോകുന്നില്ല, തലക്ക് അവിടെ തന്നെ നിൽക്കും, സ്ട്രോങ് ആണ്, വീണു പോകില്ല കേട്ടോ, കുത്തു കൊടുക്കണ്ട. പിന്നെ 133 കിലോമീറ്റർ ആണ് ദീർഘയാത്ര. ജംഉ തഖ്ദീം ഏതാകുന്നു എന്ന് പറഞ്ഞാൽ അസ്ർ ളുഹറിന്റെയും ഇശാ മഗ്രിബിന്റെയും സമയത്ത് മുന്തിച്ച് നിസ്കരിക്കലാണ് ജംഉ തഖ്ദീം. അസ്ർ നിസ്കാരത്തെ ളുഹറിന്റെ സമയത്തും ഇശാ നിസ്കാരത്തെ മഗ്രിബിന്റെ സമയത്തും മുന്തിച്ച് നിസ്കരിക്കുക. ജംഉ തഅഖീർ ഏതാണ്? ളുഹറിനെ അസ്റിന്റെ സമയത്തും മഗ്രിബിനെ ഇശാന്റെ സമയത്തും പിന്തിച്ച് നിസ്കരിക്കുക. തഅഖീറിന്റെ ജംഇന് ജംഉ തഖ്ദീം, ജംഉ തഅഖീർ. തഖ്ദീം എന്ന് പറഞ്ഞാൽ മുന്തിക്കുക, തഅഖീർ പറഞ്ഞാൽ പിന്തിക്കുക. തഅഖീറിന്റെ ജംഇന് ഷർത്തുകൾ 2 എണ്ണമാണ്. പിന്തിച്ച് ജമാക്കി നിസ്കരിക്കുന്നതിന് 2 ഷർത്തുകളാണുള്ളത്. ഒന്ന്, ഒന്നാമത്തെ നിസ്കാര സമയം കഴിയും മുമ്പ് ജംഇനെ കരുതണം, അല്ലേ? അതായത് ളുഹറിനെ അസ്റിലേക്ക് പിന്തിച്ച് ജമാക്കൽ അത് തഅഖീറാണ്. അപ്പൊ ളുഹറിന്റെ അസ്റിലേക്ക് ജമാക്കണമെങ്കിൽ ളുഹർ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുന്നേ തന്നെ കരുതണം. എന്ത്? ളുഹറിനെ ഞാൻ അസ്റിലേക്ക് പിന്തിച്ച് ജമാക്കാൻ കരുതിയെന്ന്. രണ്ടാമത്തെ ഷർത്ത് എന്താ? രണ്ടാമത്തെ നിസ്കാരം പൂർത്തിയാകുന്നത് വരെ യാത്രയിൽ തന്നെ ആയിരിക്കണം. അയാളുടെ അസ്ർ നിസ്കാരം പൂർത്തിയാകുന്നത് വരെ, അസ്ർ നിസ്കാരം കഴിയുന്നത് വരെ അയാൾ യാത്രയിൽ തന്നെ ആയിരിക്കണം എന്ന്. ജംഉ തഖ്ദീമിന്റെ ജംഇന്റെ ഷർത്തുകൾ 4 ഷർത്തുകളുണ്ട് തഖ്ദീമിന്റെ ജംഇന്. ഒന്ന്, ഒന്നാമത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തേതിനെ ഞാൻ മുന്തിച്ചു ജമാക്കുന്നു എന്ന് കരുതണം. ഉദാഹരണം പറയാം. തഖ്ദീമിന്റെ ജംഇ എന്ന് പറഞ്ഞാല് ഒരു ഉദാഹരണം പറഞ്ഞ, തഖ്ദീമിന്റെ ജംഇന് ഒരു ഉദാഹരണം പറഞ്ഞ റിൻഷാ. ഇശാഇന്റെ മഗ്‌രിബിന്റെ സമയത്ത് നിസ്കരിക്കണം. വെരി ഗുഡ്. ഇശാഇനെ മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കുക. അപ്പൊ ഞാൻ നിസ്കരിക്കുന്നത് നിൽക്കുക. അപ്പൊ എനിക്ക് ഒന്നാമത്തെ ഷർത്ത് തന്നെ എന്താണെന്ന് അറിയോ? ഒന്നാമത്തെ നിസ്കാരത്തിൽ തന്നെ ഞാൻ കരുതണം ഇശാഇനെ ഞാൻ മഗ്രിബിലേക്ക് മുന്തിച്ചു നിസ്കരിക്കും എന്ന് മനസ്സിൽ കരുതാനേ പാടുള്ളൂ, കരുതലേ പാടുള്ളൂ, പറയാൻ പാടില്ല. പറഞ്ഞ നിസ്കാരം ബാത്തിലായി. ഞാൻ മഗ്രിബ് നിസ്കരിക്കാൻ പോവാണ്. മഗ്രിബ് എന്ന ഫർദ് നിസ്കാരം 3 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അവിടെ വേറെ കസറൊന്നുമില്ല. അല്ലാഹു അക്ബർ ആണ്, തക്ബീർ കെട്ടി. ഈ തക്ബീർ കെട്ടി ഇനി ഞാൻ മഗ്രിബ് 3 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നതിന്റെ മുന്നേ ആയിട്ട് ഞാൻ കരുതണം. എന്ത്? ഇശാഇനെ മഗ്രിബിലേക്ക് ഞാൻ മുന്തിച്ച് ജമാക്കി എന്ന് ഞാൻ കരുതി. ഇത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാട്ടോ. പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. മനസ്സിൽ കരുതണം, ഇശാഇനെ ഞാൻ മഗ്രിബിലേക്ക് മുന്തിച്ച് ജമാക്കാൻ കരുതി എന്ന് മനസ്സിൽ കരുതാം. ഇതെന്താണ്? മുന്തിച്ച് ജമാക്കുന്നതിന്റെ ഒന്നാമത്തെ ഷർത്ത. ഒന്നാമത്തെ നിസ്കാരത്തിൽ തന്നെ രണ്ടാമത്തേതിനെ ഞാൻ മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതൽ. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? 2 നിസ്കാരവും തെർത്തീബായി നിർവഹിക്കണം. ഇവിടെ ഞാൻ നിസ്കരിക്കുമ്പോൾ ആദ്യം മഗ്രിബിനെ തന്നെ നിസ്കരിക്കണം, രണ്ടാമതേ ഇശാഇനെ നിസ്കരിക്കാൻ പാടുള്ളൂ. തെർത്തീബാവണം, ക്രമപ്രകാരം തന്നെ നിസ്കരിക്കണം. 3, രണ്ടും തുടർച്ചയായി തന്നെ നിസ്കരിക്കുക. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ തന്നെ, അത് കഴിഞ്ഞ് ഒരു 2 പൊറാട്ടയും ബീഫ് കറിയും കഴിക്കാനൊന്നും പോവരുത്. റമദാൻ മാസത്തിലാണ് പിന്നെ ദീർഘമായ സ്ഥലത്തേക്ക് നോമ്പുറക്ക് പോയതാ. അപ്പോ തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? മുന്തിച്ച് ജമാക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പൊറാട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി പോയി. അത് കഴിച്ചു വന്നിട്ട് കൈയും കൂടെ മര്യാദക്ക് കഴുകാതാണ് ഇനി ഇശാ നിസ്കരിക്കാൻ ജമാക്കി നിസ്കരിക്കാൻ വരുന്നത്. പറ്റൂല. തുടരെയായി ചെയ്യണം. ഓക്കെ, രണ്ടും തുടരെയായി ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് തുടർച്ചയായി ചെയ്യണം. ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന് മറ്റേ നിസ്കരിക്കണം. 4, രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കുക. അതായത് മഗ്രിബിൻ സലാം വീട്ടി ഇശാ നിസ്കാരം തുടങ്ങുന്ന സമയത്തെങ്കിലും യാത്ര തന്നെ ആയിരിക്കണം. ഇശാ നിസ്കാരം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ഇയാളെ യാത്ര അവസാനിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല.
ഇശാ നിസ്കാരം തുടങ്ങുന്ന സമയത്ത് യാത്രയിൽ തന്നെ ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കണം. ഖസ്ർ നിസ്കാരം ഖസറാക്കി നിസ്കരിക്കുന്നതിന്റെ ഷർത്തുകൾ 3 ഒന്ന്, നിയ്യത്തിൽ ഖസ്റിനെ കരുതുക. ളുഹറിനെ ഖസറാക്കി നിസ്കരിക്കുകയാണെന്ന് കരുതുക. അപ്പൊ ളുഹർ എന്ന ഫർദ് നിസ്കാരം ഖസറായി 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അതായി ഞാൻ നിസ്കരിക്കുന്നു. ഖസറാക്കി നിസ്കരിക്കുമ്പോൾ നിയത്താണ് ഖസറായി 2 റക്അത്ത്. അപ്പൊ നിയത്തിൽ തന്നെ ഖസ്റിനെ കരുതൽ നിർബന്ധമാണ് ഖസറാക്കി നിസ്കരിക്കുമ്പോൾ. 2, പൂർത്തിയാക്കി നിസ്കരിക്കുന്നയാളോട് തുടരാതിരിക്കുക. അപ്പോ നമ്മൾ യാത്രാ സമയത്തല്ലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഖസ്റും ജമ്മൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഒരു യാത്രാന്റെ ഇടയിൽ ഒരു നാട്ടിലെ പള്ളിയിൽ കയറി നോക്കിയപ്പോൾ ആ നാട്ടിലെ പള്ളിയിലെ ജമാഅത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാം ആ ജമാഅത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളുകളുടെ ജമാഅത്താണ്. അവര് അസ്റാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവർ 4 റക്അത്താണ് നിസ്കരിക്കുന്നുണ്ടാവുക. നമ്മൾ ഖസ്റാക്കുന്നില്ലേ, അപ്പൊ 2 റക്അത്താണ്. അപ്പൊ നമ്മൾ ആ ജമാഅത്തിൽ തുടരാൻ പാടില്ല. അതാണ് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാൻ പാടില്ല. മൂന്നാമത്തത് എന്താ? മൂന്നാമത്തെ ഷർത്ത്, നിസ്കാരം തീരുന്നത് വരെ യാത്രയിൽ തന്നെ ആയിരിക്കണം. മനസ്സിലായ? ഖസറാക്കി നിസ്കരിക്കുമ്പോൾ, അപ്പൊ കപ്പലിലാണ് യാത്ര പോകുന്നത്, അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ചാണ് യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ചാണ് നിസ്കരിക്കുന്നത് എന്നൊക്കെ, നിസ്കാരം തീരുന്ന ആകെ 2 റക്അത്തല്ലേ ഉള്ളൂ. നിസ്കാരം തീരുന്നത് വരെ അയാൾ യാത്രയിൽ തന്നെ ആയിരിക്കണം. അത് ഷർത്താ. സലാം വീട്ടുന്നതിന് മുന്നേ തന്നെ അയാളെ നാട്ടിലെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ യാത്ര അവസാനിച്ചിട്ടുണ്ട്, എന്നാൽ എന്തായി? നിസ്കാരം ഒഴിവായി. പിന്നെ അയാൾ പൂർത്തിയാക്കി വേറെ നിസ്കരിക്കണം. ഇനി 20ാമത്തെ പാഠം. 20ാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓ, ജുമുഅ നിസ്കാരത്തെ കുറിച്ചാണ് അല്ലേ? നമുക്കൊരു ചെറിയ ബ്രേക്ക് കൊടുക്കല്ലേ, ഒരു 10 മിനിറ്റ് ഫ്രീ ടൈം. ഒന്ന് എഴുന്നേറ്റൊക്കെ ഒന്ന് പോയി പുറത്ത് എല്ലാവരും ഇല്ല എന്നൊക്കെ ഒന്ന് പോയി നോക്കി. വീടിന്റെ കോനായിൽ പൂച്ച വന്നിരിക്കുന്നുണ്ടോ, ചെറിയ കുട്ടികളെ ഓടി കളിക്കുന്നുണ്ടൊക്കെ ഒന്ന് പുറത്ത് പോയി നോക്കി പോരെ. 10 മിനിറ്റ് കേട്ടോ. ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് വിടും. 5 മിനിറ്റ് മതിയോ? 5 മിനിറ്റ് മതിയോ? മറുപടി പറയടോ.